ഡോക്ടറോട് അവൻ പറയുന്നു തന്റെ കിഡ്നി കൊടുത്താലും മകനെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് തന്നെ ഒന്ന് സഹായിക്കണമെന്ന്. അപ്പോൾ ഡോക്ടർ മറുപടി പറയുന്നു, ഇപ്പോൾ കിഡ്നി എല്ലാം ദാനമായിട്ടാണ് എല്ലാവരും കൊടുക്കുന്നതെന്നും പൈസ കൊടുത്താൽ പോലും കിഡ്നി ഒന്നും കിട്ടാനില്ല എന്നും അയാൾ പറയുന്നു. അങ്ങനെ അവിടെ നിന്നും അവൻ നിരാശയോടെ ഇറങ്ങുന്നു. അന്ന് രാത്രിയും അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അക്കൗണ്ടിൽ ആകെ 23,000 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ. താൻ അക്കൗണ്ട് ചെക്ക് ചെയ്തെന്നും ഇനി അതിൽ കൂടുതലൊന്നും വരാൻ പോകുന്നില്ല എന്നും സങ്കടത്തോടെ അവനോട് പറയുന്നു. അവൾ വീണ്ടും ഗർഭിണിയാണെന്നും അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫോൺ കോൾ വരികയും ആ ബാറിൽ വെച്ച് കണ്ട ആൾ വീണ്ടും വിളിക്കുകയും പുറത്ത് ഒരു ബാഗ് വെച്ചിട്ടുണ്ടെന്നും അത് 2 മണിക്കൂർ അവിടെ ഇരിക്കുമെന്നും അത് കഴിഞ്ഞാൽ ഞാൻ അത് എടുത്തുകൊണ്ട് പോകും, അതിനുള്ളിൽ താങ്കൾ അത് എടുത്താൽ തന്റെ കാര്യങ്ങളെല്ലാം നടത്താമെന്ന് അയാൾ പറയുന്നുണ്ട്. ഞാൻ അത്തരക്കാരനല്ല, എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആൽബി പറയുന്നു. അവനെ അവിടെ കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് വരികയും ഓട്ടോറിക്ഷയിൽ ചെന്ന് നോക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ബാഗും അതിൽ ഒരു തോക്കും ഒരു ലെറ്ററും ഒരു ID പ്രൂഫും കുറച്ച് പണവും കാണുന്നു. അവൻ ആ ലെറ്റർ എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, എന്തായാലും ഇത് എടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നിറത്തോക്കും കുറച്ച് പണവും ഉണ്ടോ എന്നും ഞാൻ അഡ്വാൻസ് ആയി തരുന്നതാണ് ഈ പണം എന്നും അതിൽ എഴുതിയിരുന്നു. ആൽബി ഒരു കണക്കിനെ കൊല്ലാൻ പറഞ്ഞ ആൾ ഫ്ലാറ്റിൽ കയറി പറ്റുന്നു. അയാളെ കണ്ട് ആൽബി ഞെട്ടുന്നു. അത് തന്റെ മകന്റെ അടുത്ത കൂട്ടുകാരന്റെ അച്ഛനായിരുന്നു. അവൻ അക്കാര്യം വിളിച്ച് അയാളെ അറിയിക്കുന്നുണ്ട്. തനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും താൻ കൈവശം വെച്ചിരിക്കുന്ന പണവും തോക്കും എവിടെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ എത്തിച്ചു തരാമെന്നും അവൻ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നു, തന്റെ സെന്റിമെന്റ്സ് കൊണ്ട് ഒന്നും നേടാനാവില്ല എന്നും ഇപ്പോൾ മകന്റെ ജീവനല്ലേ വലുത് എന്നും അയാൾ ചോദിക്കുന്നു. ആ സങ്കടത്തിൽ അവൻ വീട്ടിലേക്ക് വരുമ്പോൾ ചെറി താൻ എഴുതിയ കത്തിന് തന്റെ കൂട്ടുകാരൻ മറുപടി തന്നു എന്നും അത് ഗോഡിന് എഴുതിയതാണെന്നും പക്ഷേ ഇവിടത്തെ അഡ്രസ്സിലേക്കാണ് വന്നിട്ടുള്ളത് എന്നും അവൻ പറയുന്നു. അതിൽ താൻ സ്വർഗത്തിൽ പോകുമെന്നും എഴുതിയിട്ടുണ്ടായിരുന്നെന്നും ഞാൻ മരിച്ചാൽ എവിടെ പോകുമെന്ന് അവൻ സംശയമുണ്ടെന്നും അവൻ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചെറി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് സന്തോഷമായി പപ്പ എന്ന്. അങ്ങനെ അവൻ സന്തോഷത്തോടുകൂടെ അകത്തേക്ക് പോകുമ്പോൾ അവൻ അവിടെ ബോധം കെട്ട് വീഴുന്നു. പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ഡോക്ടർ എത്തിയ അവനെ പരിശോധിച്ചതിനു ശേഷം പറയുന്നു, ഇപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവനെ അഡ്മിറ്റ് ആക്കുന്നതാണ് നല്ലതെന്നും ഇനി ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഓപ്പറേഷൻ ഉടൻ നടത്താൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തോളൂ എന്ന് ഡോക്ടർ ആൽബിയെ വിളിച്ചു പറയുന്നുണ്ട്. മീന അപ്പോൾ അവനോട് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകുകയും ആ കൊല്ലാൻ ഏൽപ്പിച്ച ആളെ വിളിക്കുന്നു. എനിക്ക് നാളെ തന്നെ പണം റെഡിയാക്കി തരണം എന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് പുറത്തേക്ക് പോയി അവന് ആ തോക്കെടുത്ത് മടിയിൽ വെക്കുന്നു. അവൻ കൊല്ലാൻ ഏൽപ്പിച്ച ആളുടെ ഫ്ളാറ്റിന്റെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെയോ കടക്കുന്നുണ്ട്. അതിനിടയിൽ ജെറിക്ക് സീരിയസ് ആയി ഡോക്ടർമാരും എല്ലാവരും ഓടിക്കൂടുന്നുണ്ട്. ഇതിനിടയിൽ ആൽബി ആ കൊല്ലാൻ ഏൽപ്പിച്ച ആളുടെ മുമ്പിൽ ഡോറിന്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നു. അവൻ ബെല്ലടിച്ച് കാത്തു നിൽക്കുകയും തോക്ക് ബാക്കിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വാതിൽ തുറന്ന് അയാൾ പുറത്തേക്ക് വരുമ്പോൾ അയാളെ വെടിവെച്ച് വീഴ്ത്തുകയും അയാൾ അവിടെ മരിച്ചു വീഴുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് അയാളുടെ മകനും ചെറിയുടെ കൂട്ടുകാരനുമായ ആ കുട്ടി വരുന്നു. ഒരു കണക്കിന് ആൽബി അവനെയും എടുത്ത് പുറത്തേക്ക് പോകുകയും ആ മരിച്ച ആളുടെ ഭാര്യ വന്ന് അയാളെ കുറെ തട്ടി വിളിക്കുന്നു. അവൾ വേഗം സെക്യൂരിറ്റിയെ വിളിക്കുന്നു. അപ്പോഴേക്കും ആൽബി ആ കുട്ടിയെയും എടുത്ത് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അവൻ ആ കുട്ടിയെ വീട്ടിലെ ചെറിയ പുരയിൽ താമസിക്കുന്നു. അവൻ കൊല്ലാൻ ഏൽപ്പിച്ച ആളെ കുറെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പറയുന്നത്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് കാണാൻ ഒന്ന് സബ് ചെയ്യാൻ മറന്നേക്കല്ലേ.